ഷംസുസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കുക്ക് ചെയ്യുന്നത് പഴംപൊരിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മളിവിടെ എടുക്കുന്നത് 1 കപ്പ് മൈദപ്പൊടിയാണ്. അതിന് പുറമെ അതിൻ്റെ ഹാഫ് പോർഷൻ നമ്മൾ കടലമാവ് ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇടുന്നത് ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് അപ്പസോഡ, വളരെ അല്പം മതി, കാരണം നമുക്ക് അപ്പസോഡ നിർബന്ധമില്ല, പക്ഷേ എന്നാലും ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പ്. 1 ടീസ്പൂൺ വേണമെന്നില്ല, ഒരു ഹാഫ് പോർഷൻ മതി കേട്ടോ. കാരണം ഓവറായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് കിട്ടും. അങ്ങനെ ഓവറായിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് കിട്ടാൻ പാടില്ല, കാരണം നമ്മൾ പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്, മധുരമാണ് വേണ്ടത്. ഇനി ഞാൻ ഏകദേശം ഒരു 4 സ്പൂണോളം പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്. നല്ല മധുരമുള്ള പഴമാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഇത്ര ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ആവറേജ് പഴുപ്പുള്ള പഴമാണ് ഇട്ടിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര പഞ്ചസാര ഉപയോഗിക്കുന്നത്. നമുക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതുപോലെ കിട്ടുന്നത് വരെ നമ്മൾ എന്തെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ മിക്സ് ചെയ്യണം, നല്ല ടൈം എടുത്ത് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഏകദേശം ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റീൽ ഗ്ലാസ് മുഴുവനായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പഴം ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നല്ല നീളമുള്ള പഴം ആയതുകൊണ്ട് തന്നെ നമ്മുടെ പാനിൻ്റെ അത്ര വലുപ്പം അനുസരിച്ചാണ് ഞാൻ മുറിക്കുന്നത്. ഇപ്പോൾ വലിയ പാനാണെങ്കിൽ നമുക്ക് ഒന്ന് മുഴുവനായിട്ട് തന്നെ ഇടാൻ പറ്റും. ഇപ്പോൾ ഷോപ്പുകളൊക്കെ കാണാൻ പറ്റും നമുക്ക് വലിയ പഴംപൊരിയാണ്. അതിന് കാരണം വെച്ചാൽ അവർ വലിയ പഴം എടുക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അവരുടെ പാന് വലുതായതുകൊണ്ട് അത് പൊരിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ചെറിയ പാനാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറുതാക്കി അതിൻ്റെ ഹാഫ് പോർഷൻ മുറിച്ചിട്ട് വളരെ നൈസായിട്ട് അരിയണം. ഓക്കെ, നൈസായിട്ട് അരിഞ്ഞാൽ മാത്രമേ ഉള്ളിൽ കറക്റ്റ് വേവുള്ളൂ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് നൈസായിട്ട് തന്നെ നമ്മൾ ഒരു പഴം ഏകദേശം 8 പീസാക്കിയിട്ടാണ് നമ്മൾ അരിയുന്നത്. ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചൂടായി കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നല്ല വെളിച്ചെണ്ണ എടുക്കാം. വെളിച്ചെണ്ണയല്ല ഞാനിവിടെ ഉപയോഗിക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഏകദേശം നമുക്കൊരു 2-3 പഴംപൊരി അറ്റ് ടൈമിൽ നമുക്കിത് പൊരിച്ചെടുക്കണം. അപ്പോൾ മുങ്ങുന്നതിനനുസരിച്ചുള്ള ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഓരോ പീസ് എടുത്തിട്ട് ഈ മസാലയിൽ മുക്കി നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഓരോ പീസ് എടുത്തിട്ട് നമ്മൾ മുക്കി അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഓൾറെഡി അതിൽ മുക്കി വെക്കണം എന്നതിൻ്റെ ആവശ്യമില്ല, കാരണം നിങ്ങൾക്കറിയാൻ പറ്റുമ്പോൾ ഞാനൊരു ചെറിയൊരു പാത്രത്തിലുള്ളത്, അപ്പോൾ അതിലെല്ലാം മുക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. മാത്രമല്ല ഒരുപാട് മസാല പുറത്ത് പോകും, അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോന്നും നമ്മൾ മസാലയിൽ മുക്കി അങ്ങനെ സാവധാനം നമ്മൾ പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത ഭാഗം എന്ത് ചെയ്യാം, നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്താൽ മതി. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഏകദേശം ആ ഒരു വേവാണ് നമ്മൾ കണക്കാക്കുന്നത്. ഏകദേശം വേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് എടുത്ത് വെക്കാം. കാരണം ഇത്ര മതി. ഇപ്പോൾ പഴംപൊരി എന്നുള്ള ഒരു പോർഷനിലേക്ക് നമുക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു കളറും ആ ഒരു വേവും നമുക്കിതിനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റി വെക്കാം. ഇങ്ങനെ എല്ലാവരും നമുക്കിതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണ്, നല്ല മയത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അതുകൊണ്ട് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.